ഹലോ ഗായ്സ്, നമുക്കൊന്ന് മയിൽപ്പീലി വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ? അതിനാദ്യം തന്നെ ഒരു കാർഡ്ബോർഡിൽ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബ്ലാക്ക് പെയിൻറ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മയിൽപ്പീലിയൊക്കെ ഇഷ്ടമല്ലേ? ഞാൻ ചെറുപ്പത്തിൽ ഒരു മയിൽപ്പീലിക്ക് വേണ്ടി തന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇതുപോലെ മയിൽപ്പീലിയൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ ഒരുപാട് മയിൽപ്പീലി ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴാണ് ഇതുപോലെ ഒരു ക്രാഫ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതങ്ങ് ചെയ്തേക്കാം. നമ്മൾ ബ്ലാക്ക് പെയിൻറ് അടിച്ച് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതേ ഉണങ്ങിക്കിട്ടി. ഇനി നമുക്ക് മയിൽപ്പീലി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് ഈ റൗണ്ടിന് ചുറ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. ഇനി നടുവിൽ കാർഡ്ബോർഡ് ചെറിയ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒട്ടിച്ചു കൊടുക്കാം. ഇതെന്തിനാണെന്ന് അവസാനം പറയാം കേട്ടോ. പിന്നെ വീണ്ടും അതിന് ചുറ്റും മയിൽപ്പീലി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഞാനൊരു വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മളിത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോണത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു മിറർ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആ നടുവിൽ ആ റൗണ്ട് ഒട്ടിച്ചു കൊടുത്തിരുന്നത്. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂല് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. ബൈ.